രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിലപാട് തേടി ഡൽഹി ഹൈക്കോടതി. രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടീഷ് പൗരത്വമുണ്ട് എന്നാരോപിച്ചുകൊണ്ട് സുബ്രഹ്മണ്യൻ സ്വാമിയാണ് കോടതിയെ സമീപിച്ചത്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിനോട് കോടതി നിലപാട് ചോദിച്ചുകൊണ്ട് രംഗത്തു വന്നിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണമെന്നാണ് സുബ്രഹ്മണ്യൻ സ്വാമി ഹർജി നൽകിയത്. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് വിഭു ബഗ്രോ, ജസ്റ്റിസ് തുഷാർ റാവു ഗഡേല എന്നിവരടങ്ങിയ ബെഞ്ച് വിഷയത്തിൽ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകനോട് വാക്കാൽ ആവശ്യപ്പെടുകയാണുണ്ടായത്. രാഹുൽ ഗാന്ധി ഇംഗ്ലണ്ടിൽ ഒരു ബിസിനസ് തുടങ്ങുന്നതിന്റെ ഭാഗമായി ഒരു സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. അതിൽ തനിക്ക് ബ്രിട്ടീഷ് പൗരത്വമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ആ രേഖയാണ് അദ്ദേഹം ഹാജരാക്കിയിരിക്കുന്നത്. ഈ രേഖയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് അറിഞ്ഞതിനു ശേഷം മാത്രമേ മുന്നോട്ടു പോകാൻ കഴിയുകയുള്ളൂ എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ബ്രിട്ടീഷ് പൗരത്വം ഉണ്ട് എന്ന് ഒരാൾ സ്വയം പറയുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ പൗരത്വം സ്വാഭാവികമായും റദ്ദാകുമെന്ന നിലപാടാണ് സുബ്രഹ്മണ്യൻ സ്വാമി സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ത്യൻ പൗരത്വ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരട്ട പൗരത്വം ഒരാൾക്ക് വഹിക്കാൻ കഴിയില്ല. അപ്പോൾ ബ്രിട്ടീഷ് പൗരത്വം ഉണ്ടെങ്കിൽ ഇന്ത്യൻ പൗരത്വം ഉണ്ടാകില്ല എന്നുള്ള നിലപാടാണ് സുബ്രഹ്മണ്യൻ സ്വാമി സ്വീകരിച്ചത്. ഇതിനെ തുടർന്ന് കേന്ദ്ര സർക്കാരിന്റെ ഇക്കാര്യത്തിലുള്ള നിലപാടറിയാൻ വേണ്ടി നോട്ടീസ് അയക്കുകയാണ് കോടതി ചെയ്തത്. അതേസമയം രാഹുൽ ഗാന്ധിക്കു നേരെയുള്ള ഇത്തരം കണ്ടെത്തലുകൾക്കും വിമർശനങ്ങൾക്കുമൊന്നും ഒരു പഞ്ഞവുമില്ല. ദിനം പ്രതിന്നോണം എല്ലാം വർദ്ധിച്ചു വരികയാണ്. അതുപോലൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. രാഹുൽ ഗാന്ധിക്കെതിരെ ആരോപണങ്ങളും കടുത്ത ആക്ഷേപങ്ങളും ചൊരിഞ്ഞാണ് BJP വക്താവും MP-യുമായ സംബിത് പത്ര കഴിഞ്ഞ ദിവസം എത്തിയത്. രാഹുൽ വലിയ ഒറ്റുകാരനാണെന്നും രാജ്യവിരുദ്ധ നീക്കങ്ങൾ പുലർത്തുന്ന വ്യക്തികളുമായി ബന്ധമുള്ളയാളാണെന്നുമാണ് BJP നേതാവിന്റെ ആരോപണം. ഇവിടെ ഒരു ത്രികോണം നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഒരു വശത്ത് അമേരിക്കയിൽ ഇരിക്കുന്ന ജോർജ് സോറോസും അമേരിക്കയിലെ ചില ഏജൻസികൾക്കൊപ്പം അദ്ദേഹത്തിന്റെ ഫൗണ്ടേഷനുമാണെന്ന് അദ്ദേഹം ആരോപിച്ചു. ത്രികോണത്തിന്റെ മറ്റൊരു വശം ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രൊജക്ട് എന്ന പേരിലുള്ള ഒരു വലിയ വാർത്താ പോർട്ടലാണെന്നും മൂന്നാം കോണിൽ ഏറ്റവും വലിയ ഒറ്റുകാരനായ രാജ്യദ്രോഹി രാഹുൽ ഗാന്ധിയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രതിപക്ഷ നേതാവിനെ രാജ്യദ്രോഹി എന്ന് വിളിക്കാൻ തനിക്ക് മടിയില്ലെന്നാണ് അദ്ദേഹം തുറന്നടിച്ചത്. ഇതുകൂടാതെ ജോർജ് സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ധനസഹായം നൽകുന്ന ആഗോള മാധ്യമ ഏജൻസിയായ OCCRP ഏജൻസിക്ക് പണം നൽകുന്നവരുടെ താൽപര്യങ്ങൾക്കായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഫ്രഞ്ച് മാധ്യമമായ മീഡിയ പാർട്ട് റിപ്പോർട്ടിനെ ഉദ്ധരിച്ച് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയെ അപകീർത്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള OCCRPയുടെ റിപ്പോർട്ടുകൾ കോൺഗ്രസ് നേതാവ് ഉപയോഗിച്ച് ചില സന്ദർഭങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ലോകമെമ്പാടും കോവിഡിന്റെ ആഘാതം അനുഭവിച്ചിരുന്ന 2021 ജൂലൈയിൽ OCCRP ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു. ഇന്ത്യയുടെ കോവാക്സിൻ വാക്സിനായുള്ള $324 ദശലക്ഷം കരാറിൽ നിന്ന് ബ്രസീൽ പിൻവാങ്ങുന്നു എന്നതായിരുന്നു വാർത്ത. ഇത് രാജ്യത്തിന്റെ പ്രതിച്ഛായ തകർക്കാനുള്ള ശ്രമമായിരുന്നു. എന്നാൽ റിപ്പോർട്ട് വന്നതിന് തൊട്ടു പിന്നാലെ കേന്ദ്ര സർക്കാരിനെയും ഇവിടുത്തെ വാക്സിനെയും ആക്രമിക്കാൻ കോൺഗ്രസ് ഒരു വാർത്താ സമ്മേളനം നടത്തി. OCCRP നിർദ്ദേശിക്കുന്നു, രാഹുൽ ഗാന്ധി പിന്തുടരുന്നു എന്നാണ് സംബിത് പത്ര രാഹുലിനെ പ്രത്യേകം എടുത്തുകാട്ടി വിമർശിച്ചുകൊണ്ട് പറഞ്ഞത്. ഏതായാലും ഇത്തരം കാര്യങ്ങൾക്ക് ചെവി കൊടുക്കാതെ മുൻപോട്ട് പോവുകയാണ് രാഹുൽ ഗാന്ധി.